ബിഗ് ബോസ് രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ഒരാളോട് താങ്ക്സും പറയാം, ഒരാളോട് ക്ഷമ ചോദിക്കണേ ക്ഷമയും ചോദിക്കാമെന്നായിരുന്നു. അപ്പോൾ ആദിൽ വന്നിട്ട് ആദ്യം പറഞ്ഞത് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് അനിമോളോടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അനിമോൾ സന്തോഷിച്ച് എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും. എല്ലാവരും അപ്പോൾ ഇന്നലെ വരെ വഴക്കിട്ടവരല്ലേ, അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരുന്ന് എന്താണ് അനിമോളോട് താങ്ക്സ് പറയുന്നത്. അപ്പോഴല്ലേ ഈ വിഷപ്പാമ്പിൻ്റെ വിഷം പുറത്ത് എടുത്തത്. അവൾ ഉടനെ പറയണേ, എനിക്കൊന്നാമത് പറയാനുള്ളത് എങ്ങനെ ഒരാളുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കണം, ഒരു ഗെയിം എങ്ങനെ ഒരാളുടെ മുമ്പിൽ ഗെയിമായിട്ട് അഭിനയിച്ച് നിൽക്കണം എന്ന് പഠിപ്പിച്ച് തന്നത് ഇവളാണ്. അതിന് ഇവളോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയും മൈൻഡ് ചെയ്യരുത്, ആരുടെയും പുറകെ പോകരുത്. അതായത് ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു വലിയ വാല്യൂ ഒന്നും കൊടുക്കരുത്. ഇവിടത്തത് ഇവിടെ തീർന്ന് പിന്നീട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോകണം എന്ന് പഠിപ്പിച്ചത് ഇവളാണ്. അതുപോലെ തന്നെ ഞാനൊരു പട്ടിയെ പോലെ ഇവൾ പിണങ്ങുമ്പോൾ ഇവളുടെ പുറകെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പട്ടിയെ പോലെ ആര് തെറ്റ് ചെയ്താലും അവരോട് പോയി ക്ഷമ ചോദിക്കരുതെന്ന് പഠിപ്പിച്ച് തന്നത് ഇവളാണ്. ഒരാളോട് ഫേക്കായിട്ട് നിൽക്കണം എന്ന് പഠിപ്പിച്ചു തന്നത് ഇവളാണ്. അതുകൊണ്ട് അനിമോളെ താങ്ക്സ് എന്നും ഇടയ്ക്ക് അവൾ പറയുന്നുണ്ട്. പിന്നെ ഉള്ളിൽ വൈരാഗ്യം വെച്ചിട്ട് പുറമേ ചിരിച്ച് കാണിക്കണം എന്ന് പഠിപ്പിച്ചത് ഇവളാണ്. ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു വാല്യൂ കൊടുക്കരുത്, നമ്മളുടെ നേട്ടത്തിന് വേണ്ടി ആയിരിക്കണം കൂട്ടുകൂടാൻ എന്ന് പഠിപ്പിച്ചു തന്നത് ഇവളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവളെ ജീവിതത്തിലേക്ക് ഇവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന്, ഇവൾ മുഖാന്തരമാണ് ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചതെന്നും പറഞ്ഞ് അനിമോളെ അങ്ങോട്ട് വലിച്ച് കീറുവാണ് അവൾ. അപ്പോൾ എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു ബാക്കിയുള്ളവർ. കാരണം എല്ലാവരും അനിമോളെ വലിച്ച് കീറാനായിട്ട് പുറത്തുനിന്ന് വന്നവരാണ്. എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ഷാനവാസ് ഒരു മൈൻഡും ചെയ്തില്ല, ചിരിക്കാനും പോയില്ല, കൈയടിക്കാനും പോയില്ല. കാരണം ഷാനവാസ് ഇന്നലെ രാത്രി ഇരുന്നെല്ലാം സംസാരിച്ച് അനിമോൾ അവരോട് സോറി പറഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊച്ചാക്കിയപ്പം ഷാനവാസിനത് ഫീൽ ചെയ്ത്. പിന്നെ നൂറയും വലുതായിട്ട് ചിരിക്കുന്നത് കണ്ടില്ല, പക്ഷേ ഇവളങ്ങ് അട്ടഹസിക്കുമായിരുന്നു ഇവൾ കിടന്ന്. കാരണം ഈ പാമ്പിൻ്റെ കൂട്ടത്തിൽ പോലും കാണത്തില്ല ഇത്രയും വിഷമുള്ള കൊടും വിഷമുള്ളത്, ഈ ലോകത്ത് ഇവൾ മാത്രമേ കാണത്തുള്ളൂ എന്നാണ്. ഇങ്ങനൊരവസരത്തിൽ ആ ഒരു ക്ഷമ ചോദിച്ച ആളെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് കുത്തിയപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവളെ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, 7 അയലത്ത് ലക്ഷ്മി പറഞ്ഞ പോലെ വീട്ടിൻ്റെ പടി പോലും ഇരുത്താൻ കൊള്ളത്തില്ല, വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ഒരു വർഗമാണ് ഇവൾ. അത്ര വിഷമുള്ളൊരു സാധനമാണ്. അനിമോൾ അത്രയ്ക്ക് അവൾ വേദനിപ്പിച്ച്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.